നമസ്കാരം. കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊലയായ കെവിൻ വധക്കേസ് പ്രതികളെല്ലാം തന്നെ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു പ്രചാരണവുമായിട്ട് ഒരു കൂട്ടം സാമൂഹിക വിരുദ്ധർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. കെവിന്റെ നീനു വീണ്ടും വിവാഹിതയായിരിക്കുന്നു. കെവിന്റെ നീനുവിനെ കൈ പിടിച്ചു കൊടുത്തത് കെവിന്റെ പിതാവാണത്രേ. എന്തൊരു വ്യാജമായ നിർമ്മിതിയാണിത്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവർ സ്വന്തം അമ്മയെ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് വരെ പടച്ചുവിടും. അത്തരം ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത്. ഒന്നും അറിയാതെയാണെങ്കിൽ പോലും ആ പെൺകുട്ടിയെ ക്രൂശിച്ചവർ ഉണ്ട്. ഈ വാർത്ത കേട്ടതിന് പിന്നാലെ ആ പെൺകുട്ടിയെ ക്രൂശിച്ചവരും തെറ്റിദ്ധരിക്കപ്പെട്ടവരും ഉണ്ട്. എന്താണ് യാഥാർത്ഥ്യമെന്ന് കെവിന്റെ പിതാവ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അച്ഛൻ ഇപ്പൊ നീനുവിന്റെ കല്യാണം കഴിഞ്ഞു ഒരു വാർത്ത വരുന്നുണ്ടല്ലോ, അത് സത്യമാണോ? എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചാണ് ഞാൻ അറിയുന്നത്. ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചെന്നോട് ചോദിച്ചു, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അവരുടെ കറക്റ്റ് അറിയണമെങ്കിൽ ഇതിനകത്ത് ഇട്ടതാരാ അവരോട് ചോദിക്കും. അച്ഛന് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പല ന്യൂസിൽ ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന ഓൺലൈൻ ചാനലിൽ വന്നോണ്ടിരിക്കുന്ന അച്ഛനാണ് കൈ പിടിച്ച് കൊടുത്തത്. എനിക്കറിയത്തില്ല. മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കെവിന്റെ പിതാവുമായിട്ടുള്ള അവരുടെ ഒരു ഇന്റർവ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നത് തികച്ചും വ്യാജമായ ഒരു നിർമ്മിതിയാണ്. നീനു ബാംഗ്ലൂരിൽ MSWന് ശേഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ ഇന്റർവ്യൂവിൽ പറയുന്നത്. അച്ഛൻ ഇപ്പൊ നീനുവിന്റെ കല്യാണം കഴിഞ്ഞു ഒരു വാർത്ത വരുന്നുണ്ടല്ലോ, അത് സത്യമാണോ? എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചാണ് ഞാൻ അറിയുന്നത്. ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചെന്നോട് ചോദിച്ചു, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അവരുടെ കറക്റ്റ് അറിയണമെങ്കിൽ ഇട്ടവരോട് തന്നെ ചോദിക്കുക. ഇതിനകത്ത് ഇട്ടതാരാ അവരോട് ചോദിക്കുക. അച്ഛന് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പല ന്യൂസിൽ ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന ഓൺലൈൻ ചാനലിൽ വന്നോണ്ടിരിക്കുന്ന അച്ഛനാണ് കൈ പിടിച്ച് കൊടുത്തത്. എനിക്കറിയത്തില്ല. നീനു ബാംഗ്ലൂരിൽ MSW കഴിഞ്ഞ് ജോലി ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകളുമായി യാതൊരു ബന്ധവും അവർക്കില്ല എന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരു വിവാഹം ഈ നിമിഷം വരെ നടന്നിട്ടുമില്ല. നീനുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. നീനു ഇപ്പോഴും കെവിന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസിക്കുന്നത്. അവരാണ് നീനുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരം ഒരു വ്യാജ നിർമ്മിതി പടച്ചു വിട്ടിരിക്കുന്നത്? എന്ത് നേട്ടമാണ്? ലൈക്കിനും ഷെയറിനും വേണ്ടി സ്വന്തം അമ്മയെയും പെങ്ങളെയും വരെ കൂട്ടിക്കൊടുക്കുന്ന ഒരു കൂട്ടം സൈബറോളികൾ നടത്തുന്ന ഈ വ്യാജ നിർമ്മിതിയിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീണു പോകരുത്. അവരുടെ പരിശുദ്ധമായ പാവനമായ ആ പ്രണയത്തെ തകർത്ത് കളയരുത്. ആ പ്രണയം കറുത്ത ഒരു തരി പോലും കയർക്കൂടാൻ ഇടവരരുത്. നിങ്ങൾ ആരും തന്നെ ഈ വ്യാജ നിർമ്മിതികളെ വിശ്വസിക്കരുത്. ഇത് തികച്ചും വ്യാജമായ വാർത്തയാണ്. നീനു നിലവിൽ ബാംഗ്ലൂരിലാണ്. ആ സാധാരണക്കാരനായിട്ടുള്ള കെവിന്റെ പിതാവ് പറയുന്നത് അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അത് ആരാണോ പടച്ചുവിട്ടത് അവരോട് തന്നെ പോയി ചോദിക്കുക. നിങ്ങൾ വന്ന് ചോദിച്ചപ്പോഴാണ് ഞാനും ഈ കാര്യം അറിയുന്നത്. എന്നെ ഒരുപാട് ചാനലുകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, എനിക്ക് അതുമായിട്ട് ബന്ധമില്ല, എനിക്കത് അറിയത്തില്ല എന്നാണ്. എന്തിനാണ് ഇനിയും നിങ്ങൾ ആ പാവം കുടുംബത്തെ, ആ സാധാരണ കുടുംബത്തെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത്? എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അവർക്കെതിരെ ഇത്തരം കുപ്രകരണങ്ങൾ അഴിച്ചുവിടുന്നത്? താൻ സ്നേഹിച്ച ആ കെവിൻ നഷ്ടപ്പെട്ടതിലുണ്ടായ ആ വേദന കടിച്ചമർത്തി കെവിന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ആ കെവിന്റെ ആ ഒരു ഓർമ്മകളുമായി ജീവിക്കുന്ന ആ പ്രിയപ്പെട്ട നീനുവിനെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ ഒരു പ്രചാരണത്തിലേക്ക്, തെറ്റായ വ്യാജ പ്രചാരണത്തിലേക്ക് വലിച്ചിട്ടത്? അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ നേട്ടം 4 ഷെയറും ലൈക്കും മാത്രമായിരിക്കും. അതുകൊണ്ട് ചില ഡോളറുകളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. പക്ഷെങ്കിൽ വീണ്ടും ആ ഹൃദയം മുറിയുവാൻ, പൊടിയുവാൻ ഇടയായി. നീനു എന്ന ആ പെൺകുട്ടിയുടെ ഹൃദയത്തെ, ആ പിതാവിന്റെ ഹൃദയത്തെ വീണ്ടും നിങ്ങൾ കീറി മുറിച്ചിരിക്കുന്നു. ഇതിന് നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കാൻ പോകുന്ന ആ ഒരു പ്രാക്ക്
നിങ്ങളുടെ അടുത്ത തലമുറ പോലും ഗുണം പിടിക്കത്തില്ല, നശിച്ചു പോകത്തേ ഉള്ളൂ. കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊലയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നീനു. അങ്ങനെയുള്ള നീനുവിന്റെ കല്യാണം കഴിഞ്ഞു എന്ന ഒരു വ്യാജ നിർമ്മിതി നടത്തിയ ആ നിർമ്മാതാക്കളെ നിങ്ങളോട് പറയാനുള്ളത്, നാളെ നിങ്ങൾ നിങ്ങളുടെ മാതാവിന്റെയും സഹോദരിയുടെയും ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികൾ പുറത്തുവിടും. അത് ഷെയറിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കേരള ജനത നിഷ്കളങ്കമായി വിശ്വസിച്ചു പോയല്ലോ. കഷ്ടം.